കോഴിക്കോട് ജില്ലയിലും മെയ് ദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. നഗരങ്ങളിൽ ആയിരങ്ങൾ അണിചേർന്ന റാലി നടന്നു. വടകരയിൽ CITU ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെയ് ദിന റാലിയും പൊതുസമ്മേളനവും CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ നൂറുകണക്കിന് തൊഴിലാളികൾ റാലിയിൽ അണിനിരന്നു. സ്റ്റേഡിയം കോർണറിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ഹാളിൽ സമാപിച്ചു. വടകരയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പങ്കാളിത്തമുള്ള റാലികളിലൊന്നായിരുന്നു നഗരത്തിൽ നടന്നത്. ലേബർ കോഡ് നടപ്പിലാക്കുന്നതിലൂടെ തൊഴിലാളികളുടെ നിയമപരമായ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് മിനിമം കൂലിയുടെയും ജോലി സമയത്തിന്റെയും പ്രശ്നത്തിൽ സ്വീകരിക്കുന്ന ഈ നിലപാടിനെ പിന്തുണയ്ക്കാൻ കഴിയുമോ? ലേബർ കോഡിനെ പിന്തുണയ്ക്കാൻ കഴിയുമോ? ഇത് നടപ്പിലാക്കുന്നതിന് നിയമപരമായ അംഗീകാരം നൽകുന്നതാണ് ലേബർ കോഡ്. ലേബർ കോഡ് പ്രാവർത്തികമാക്കുന്നതിന് നിലപാടുകൾ സ്വീകരിക്കാൻ അവർക്ക് കഴിയുമോ? എക്സിറ്റ് പോൾ വാർത്തയിലൂടെ LDFന്റെ പരാജയം പ്രവചിച്ച് ജനങ്ങളെ വലയത്തിൽ നിർത്തുന്നതിനുള്ള ഏർപ്പാടാണ് ചില ഏജൻസികൾ നടത്തുന്നതെന്നും ഇടതുപക്ഷം നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ജില്ലയുടെ വിവിധയിടങ്ങളിൽ നടന്ന പൊതുസമ്മേളനത്തിലും റാലികളിലും ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.